ചെക്ക് ബ്രഹ്മമൊക്കട്ടെ പരബ്രഹ്മമൊക്കട്ടെ തന്ദനാനാ ഹി തന്ദനാനാ പുരേ തന്ദനാനാ ഭള തന്ദനാനാ ഭള തന്ദനാനാ ഓ ഭള തന്ദനാനാ ബ്രഹ്മമൊക്കട്ടെ പരബ്രഹ്മമൊക്കട്ടെ 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 പരബ്രഹ്മമൊക്കട്ടെ. ബ്രഹ്മമൊക്കട്ടെ is, I think, transcends the barriers of music. അതുകൊണ്ട് തന്നെ ഭാഷ അതിനൊരു അതിർവരമ്പല്ല എന്നുള്ളത് കുറിച്ചുകൊണ്ട് ഈ ഒരു സായാഹ്നത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അന്നമാചാര്യയുടെ ബ്രഹ്മമൊക്കട്ടെ എന്നുള്ള ഒരു പാട്ടിൻ്റെ ആരംഭം പാടാൻ ഞാൻ പ്രയത്നിച്ചത് മറ്റൊരു കാര്യത്തിനും കൂടിയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കർണാടക സംഗീതം ഗാനങ്ങൾ കൃതികൾ ഇന്ന് ജനമനസ്സിൽ ഇടം പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണഭൂതനായിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒപ്പം ബ്രഹ്മം ഒന്നാണ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നാനാവിധങ്ങളിലുള്ള നാനാദേശങ്ങളിൽ നിന്നുള്ള നാനാ രീതിയിലുള്ള സംഗീതം ഒന്നാണ് എന്ന് തെളിയിക്കുവാൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉദ്യമം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഞാൻ അതിനെ കാണുന്നത്. ഫ്യൂഷൻ സംഗീതം എന്ന് പറയുമ്പോൾ പലർക്കും പൈതൃകത്തെ തൊട്ട് കളിക്കുന്നുവോ എന്നുള്ള ഒരു ആശങ്കയും ചിന്തയും വരും. പക്ഷേ അത്തരത്തിലുള്ള ചട്ടക്കൂടുകളിലൊന്നും ഒതുക്കാൻ കഴിയുന്നതല്ല സംഗീതത്തിൻ്റെ മാസ്മരികത എന്ന് ആവർത്തിച്ച് വരും തലമുറകളോട് ഓതുവാനായി നമുക്ക് വളരെയധികം അമൂല്യമായിട്ടുള്ള സംഭാവനകൾ നൽകുവാനായി കലാകാരരും സംഗീതജ്ഞരും സൃഷ്ടാക്കളും നമുക്ക് ആവശ്യമുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വേദി ഇത്രയും അധികം സമ്പന്നമായിരിക്കുന്നതും. അതുകൊണ്ട് ഹരീഷ് ശിവരാമകൃഷ്ണൻ അവർകൾ സംഗീതത്തിൻ്റെ സൃഷ്ടാവ് എന്നാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുക. ഒരു പാട്ടുകാരനെന്നോ സംഗീതജ്ഞനെന്നോ മാത്രമല്ല, because you constantly keep on reinventing the wheel. So let's start off with that, your foray into fusion music. ഒരുപാട് നന്ദി മാം, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോടിലേക്ക് വരാൻ പറ്റുന്നത് വലിയ സന്തോഷമാണ്. ഒരുപാട് മ്യൂസിക്കുള്ള സ്ഥലമാണ്, ഒരുപാട് ഇവോൾവ് ആയിട്ടുള്ള സംഗീത ആസ്വാദനമുള്ള സിറ്റിയാണ് കോഴിക്കോട്. അപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യവും വലിയൊരു അംഗീകാരവുമാണ്. വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഞാനൊരു കുടുംബത്തിൽ നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ അവർക്ക് സംഗീത വാസനയുണ്ടോയെന്ന് അറിഞ്ഞ് പേരൻസ് സംഗീതം പഠിപ്പിക്കാൻ കുട്ടികളെ ആക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ ബിഗിനിങ് ഒരു മ്യൂസീഷ്യൻ. അങ്ങനെ മ്യൂസീഷ്യനായ ആളാണ്, അല്ലാതെ എൻ്റെ ഒരു സ്വന്തം മിടുക്കുകൊണ്ട് മ്യൂസീഷ്യനായി വന്ന ഒരാളല്ല. എനിക്ക് ഒരുപാട് സാഹചര്യത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടി മ്യൂസീഷ്യനായിട്ട് വന്നപ്പോൾ. ചോദ്യത്തിന് മറുപടി ഞാൻ ലളിതമായിട്ട് ഇത്രേ പറയുള്ളൂ. മ്യൂസിക് ഒരു ജനറ്റിക്കായിട്ട് കിട്ടുന്നൊരു ലോട്ടറിയാണ്. നമ്മളുടെ സ്വന്തം മിടുക്കുകൊണ്ട് കിട്ടുന്നൊരു കാര്യമല്ല. നമ്മളുടെ ജനിതകമായി നമ്മളുടെ പേരൻസിൽ നിന്നും നമ്മളുടെ പൂർവ്വ ജനറേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ലോട്ടറി ആയിട്ട് മാത്രം കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ബെനിഫിറ്റിൽ മ്യൂസീഷ്യനായി കുറേ മ്യൂസിക് കേൾക്കാനും പഠിക്കാനും കുറച്ച് മ്യൂസിക് കമ്പോസ് ചെയ്യാനും സാധിച്ചു. ഒരുപാട് സന്തോഷം അതിനെക്കുറിച്ച്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ട് നമ്മൾക്കൊക്കെ ഒത്തിരി മുമ്പുണ്ട്, നമ്മളൊക്കെ പോയതിന് ശേഷവും ഉണ്ടാവും. അപ്പോൾ ഈ ആർട്ടിനെ കൺഫൈൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കേവലമായ ഒരു അത്യാഗ്രഹമാണ്. ഒരു ആർട്ടിനെയും ഒരു മനുഷ്യനും ഒരു പോയിന്റിലും കൺഫൈൻ ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ അനർഘനിർഗളമായി ഒഴുകുന്ന ഒരു ഫിനോമിനൻ. പലപ്പോഴും മനുഷ്യൻ്റെ ഒരു സ്ഥായിയായ ഒരു ആവശ്യമുണ്ട് എല്ലാത്തിനെയും
രൂപവൽക്കരിക്കുക അല്ലെങ്കിൽ ബിംബവൽക്കരിക്കുക അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആക്കാനുള്ള ശ്രമമുള്ളതുകൊണ്ടാണ് നമ്മൾ സംഗീതത്തിനെ പല പല രൂപത്തിൽ പെർസീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. തീർത്തും അസ്ഥായിയായ ഒരു ഫിനോമിനനാണ് മ്യൂസിക് എന്ന് പറഞ്ഞ ആർട്ട്. അതൊരു ഷേപ്പില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാര്യം. അതിൽ ഞാൻ ഒരു പ്രയോക്താവ്, ഞാൻ അത് സംഗീതം അഭ്യസിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ, ഞാൻ സംഗീതം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരാൾ, ഞാൻ എൻ്റെ ഭാഗം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്യൂഷൻ, നോൺ ഫ്യൂഷൻ, ട്രഡീഷണൽ മ്യൂസിക്, ശുദ്ധ സംഗീതം, അശുദ്ധ സംഗീതം, ഞാൻ പ്രത്യക്ഷത്തിൽ വിശ്വസിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിലേക്കിപ്പോൾ ഞാൻ കടക്കുന്നില്ല. പക്ഷേ പൊതുവായി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫൊറേ ഇൻ ടു മ്യൂസിക്, എന്നെ സംഗീതം പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ പേരൻസ്, ഞാൻ പരിചയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ കേട്ട് വളർന്ന മലയാള സംഗീത ശാഖയിലെ, സിനിമാ സംഗീത ശാഖയിലെ, ഗസൽ ശാഖയിലെ, കർണാടക സംഗീത ശാഖയിലെ വലിയ വലിയ സംഗീതജ്ഞന്മാർ, അവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അതിലൂടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, അത്ര മാത്രമേ ഞാൻ എന്നെ കാണുന്നുള്ളൂ. ബട്ട് താങ്ക് യു സോ മച്ച്, ഇറ്റ് മീൻസ് എ ലോട്ട്. ഹരീഷിൻ്റെ അപ്പ ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ മകൻ ഇവിടെയുണ്ട്, ശബരി ഇവിടെയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ ഞങ്ങളിപ്പോൾ വേദിയിലേക്ക് കയറുന്നതിന് മുൻപ് സ്പീക്കേഴ്സ് ലൗഞ്ചിൽ ഇരിക്കുമ്പോൾ ഇത്രയും പേരുടെ ഒരു കൂട്ടായ്മ എന്നുള്ളത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു വളരെയധികം ഇപ്പോൾ എൻ്റെ മകനെ ഹരീഷിൻ്റെ അപ്പായോട് ഒരു അടുപ്പം തോന്നുന്നു എന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും സംഗീതം എന്നുള്ളത് ഒരു ജീവിതത്തിൻ്റെ വഴിയാണ് എന്നുള്ളതാണ് എനിക്ക് ആ ഒരു നിമിഷത്തിൽ തോന്നിയത്. യഥാർത്ഥത്തിൽ സംഗീതം എന്നുള്ളത് ഒരിക്കലും ഒരു ആർട്ട് എന്നുള്ളത് ഒരു കലാരൂപം മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ ജനിച്ച് വീഴുന്ന സമയം മുതൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാടാതെ ഇരുന്നിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും പാടാതെ ഇരുന്നിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. എല്ലാവരും പാടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാവരും പാടിയിട്ടുണ്ട്. വേറെ ഒന്നും പാടിയിട്ടില്ലെങ്കിൽ നാഷണൽ എന്തെങ്കിലും പാടിയിട്ടുണ്ടോ? യെസ്. അത് മാത്രമല്ല, നമ്മൾ റേഡിയോയിൽ സംഗീതം കേട്ടാലും എത്ര കഠിനമായിട്ടുള്ള സംഗീതം കേട്ടാലും നമുക്ക് സംഗതികളൊന്നും വരുന്നില്ലെങ്കിലും ഹരീഷിൻ്റെ അടുത്തുകൂടെ പോകാൻ പറ്റിയില്ലെങ്കിലും എന്നെപ്പോലെ ധൈര്യമുള്ളവരാണെങ്കിൽ മുന്നിലും കയറുന്നത് പാടും, അല്ലേ? അപ്പോൾ പാടാനുള്ള ഒരു ത്വര എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളൊരു കാര്യമാണ്. മറ്റൊരു കലാരൂപത്തിനും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു മേന്മയാണത്, അല്ലേ? നമ്മളെല്ലാവരും അഭിനയിക്കണം എന്നില്ല, നമ്മളെല്ലാവരും ചിത്രം വരച്ച് കാണും എന്നില്ല, നമ്മളെല്ലാവരും നൃത്തം വെച്ച് കാണും എന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും പാടും, എല്ലാവരും പാടിയിട്ടുണ്ട്. ഭൂമിയിൽ ജനിച്ച് വീഴുന്ന ആരെങ്കിലും പാടാതെ തിരിച്ചു പോയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അതാണ് സംഗീതം ഒരു വിശ്വമന്ത്രം എന്ന് നമ്മൾ പറയാനുള്ള ഒരു കാരണം. സംഗീതത്തിൻ്റെ മാസ്മരികത അതാണ്, സംഗീതത്തിൻ്റെ ശക്തി അതാണ്. ആ ശക്തിയാണ് ഹരീഷിനെയും എന്നെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഗീതം ഒരു കലാരൂപം എന്നുള്ളതിലുപരിയായി അതൊരു ജീവിത വഴിയാണ്. ഒപ്പം നമ്മളിതിനു മുൻപ് കേട്ടുകൊണ്ടിരുന്ന ഒരു ചർച്ചയുടെ തുടർച്ചയായി നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സാമൂഹിക പരിഷ്കരണത്തിനും സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും വഴിതെളിക്കുന്ന ഒന്നാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ളൊരു രീതിയിൽ നമ്മളിപ്പോൾ സംഗീതത്തിൽ ഈ തലമുറയിൽ പ്രത്യേകിച്ചും മതത്തിനുപരിയാണ് സംഗീതം, ജാതിക്കുപരിയാണ് സംഗീതം, ഭാഷയ്ക്കുപരിയാണ് സംഗീതം എന്നൊക്കെയുള്ളത് നമ്മൾ പറയുകയും ഒപ്പം സംഗീതത്തിലൂടെ അത് തെളിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം അനുഭവങ്ങളിലൂടെ കൂടെ ഒന്ന് കടന്നുപോയാൽ നല്ലതായിരിക്കും തോന്നുന്നു. സംഗീതം, എനി ഫോം ഓഫ് ആർട്ട്, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. നമ്മളിലേക്ക് എത്തിച്ചേരുന്നൊരു കാര്യമാണ് സംഗീതം. അല്ലാതെ സംഗീതം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അപക്വമായ ഒരു കാര്യമാണ്. അവിടെ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയെ നമ്മൾ ഒരു കോമ്പസിഷനായി അല്ലെങ്കിൽ പെർഫോമൻസായി നമ്മളതിനെ ഒന്ന് രൂപീകരിച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ളതിൽ കൂടുതൽ ഒരു ക്രിയേഷൻ എന്നത് പോസിബിൾ അല്ല ആർട്ടിൽ. കാരണം ഇറ്റ് ഈസ് ഇന്നേറ്റായിട്ട് ഉള്ള ഒരു സംഭവത്തിനെ ഇതുവരെ കേൾക്കാത്തൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന മനുഷ്യൻ്റെ ഇമാജിനേഷൻ മാത്രമാണ് സംഗീതം. അതുകൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമായ കൽപ്പനകൾ, ഇപ്പോൾ ജാതി, മതം, സോഷ്യോ ഇക്കണോമിക്, കൾച്ചറൽ പ്രൊഫൈൽസ്, ഇതിനൊന്നും സംഗീതത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും കൺട്രോളിങ് ഏജൻസി ഉണ്ടാവരുതെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം
എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവിധ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളും സംഗീതത്തെ അതിൻ്റെ ഉന്നമനത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിലീജിയൻ ആണെങ്കിൽ സംഗീതത്തിന് റിലീജിയൻ്റെ പ്രൊപ്പഗേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഗോസ്പൽ മ്യൂസിക് ആണെങ്കിലും കർണാടക സംഗീതമാണെങ്കിലും. അല്ലാതെ സംഗീതത്തിന് ഇൻഡിവിജ്വലായിട്ട് നിലനിൽക്കാൻ എന്തെങ്കിലും ഒരു റിലീജിയസ് സോഷ്യോ കൾച്ചറൽ പ്രൊഫൈലിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആർട്ടിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നെപ്പോലെയുള്ള എളിയ കലാകാരന്മാർ അതിനെ എതിർക്കുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ശാഖ സംഗീതത്തിനെ എൻറിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ മ്യൂസിക്കിനെ മറ്റു കാര്യങ്ങൾ മതമാണെങ്കിലും ജാതിയാണെങ്കിലും ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെങ്കിലും മ്യൂസിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും മ്യൂസിക്കിനെ എൻറിച്ച് ചെയ്യാനും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ മ്യൂസിക്കിനെ ആത്യന്തികമായിട്ട് ഓൺ ചെയ്യാൻ മാത്രമൊന്നും ഈ മനുഷ്യകൽപ്പിതമായിട്ടുള്ള ഒരു കാര്യത്തിനും യാതൊരു അർഹതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കർണാടക സംഗീതം ഒരു മതപരമായ സംഗീതമാണെന്ന് പറയുമ്പോൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് കർണാടക സംഗീതത്തിൻ്റെ ഏറ്റവും എൻറിച്ചിങ് ആയിട്ടുള്ള ഭാഗം എല്ലാം ഡിവോഷണൽ പോയിട്രിയാണ്. അതിനെ മറന്ന് നമുക്ക് കർണാടക സംഗീതത്തിനെ ആസ്വദിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഡിവോഷണൽ പോയിട്രിയുടെ ഇമ്പോർട്ടൻസും എൻറിച്ച്മെൻറ്റും മറന്ന് കർണാടക സംഗീതത്തെ ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഡിവോഷണൽ പോയിട്രി മാത്രമാണ് കർണാടക സംഗീതം. ആ ഡിവോഷണൽ പോയിട്രിക്ക് പുറത്തേക്ക് കർണാടക സംഗീതത്തിന് അസ്തിത്വമില്ല. ആ ഡിവോഷണൽ പോയിട്രിക്ക് ബിയോണ്ട് ആയിട്ട് കർണാടക സംഗീതത്തെ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കർണാടക സംഗീതമായിട്ട് അംഗീകരിക്കില്ല എന്ന് പറയുന്നൊരു ഡേഞ്ചറസ് ആയ ചിന്താധാര ഉണർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. ഒരു മ്യൂസിക് ഫോമിനും ഒരു മ്യൂസിക്കിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു കൺട്രോളിങ് ഫോഴ്സ് ഉണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ മാം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് യങ് പീപ്പിൾ മനസ്സിലാക്കേണ്ടത് ആർട്ട് ക്യാൻ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ്. പ്രത്യേകിച്ച് ഒരു കലാകാരൻ്റെയും സഹായം കലയ്ക്ക് ആവശ്യമില്ല. നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും കല മുന്നേറിക്കോളും. അതാണ് ഇത്രയും കാലത്തുള്ള. അതുകൊണ്ട് എന്നെപ്പോലെയോ അല്ലെങ്കിൽ ആരും ഞങ്ങളാണ് ഇതിനെ മുന്നേറ്റിയത് അല്ലെങ്കിൽ ഞങ്ങളാണിത് കൊണ്ടുപോയെന്നൊക്കെ ഉള്ളൊരു വൃഥാധാരണയാണ്. നമ്മളൊന്നും ഇല്ലെങ്കിലും ആർട്ടൊക്കെ അതിൻ്റെ രീതിക്ക് മുൻപോട്ടേക്ക് പോകും. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഞാൻ കേട്ടിട്ടുള്ളത്, എസ്പെഷ്യലി ഈ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ, വെൻ വൺ പേഴ്സൺ ഡസ് സംതിങ് ഇറ്റ് ഇസ് കോൾഡ് എൻ അനോമലി. വൈരുദ്ധ്യം എന്നാണ് വിളിക്കുക. ഒരുപാട് പേരൊരു കാര്യം ചെയ്യുന്നതിന് എതിരായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ അത് വൈരുദ്ധ്യം. ഒരുപാട് ചെയ്യുന്ന കാര്യത്തിന് എതിരായിട്ട് ഒരുപാട് പേര് ചെയ്യുന്നത് കൾച്ചർ. ഒരുപാട് പേര് ചെയ്യുന്നതിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവർ മറ്റേ ഗ്രൂപ്പിനേക്കാളും വലുതാവുമ്പോൾ അത് പ്രാബല്യത്തിൽ വരുന്നത് വേ ഓഫ് ലൈഫ്. അത് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിയുമ്പോൾ ദാറ്റ് ബിക്കംസ് ട്രഡീഷൻ. പാരമ്പര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ പാരമ്പര്യം തുടങ്ങിയത് ഒരു വ്യക്തിയാണ്. ഒരു അനോമലി തുടങ്ങിയതാണ് എല്ലാ പാരമ്പര്യവും. അതുകൊണ്ട് ഒരു വ്യക്തി തുടങ്ങിയ ഒരു കാര്യം പിന്നീട് വിപുലീകരിക്കപ്പെട്ട് ഒരു കൾച്ചറായി ട്രഡീഷനായി മാറുമ്പോൾ അതിനടിമയാകാൻ ശ്രമിക്കുന്നവർ ആത്യന്തികമായി ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിലേക്ക് അന്വേഷിക്കാൻ താല്പര്യപ്പെടാത്ത ആളുകളാണ്. നിങ്ങളിന്ന് ചെയ്യുന്ന ഓരോ പരമ്പരാഗതമായ കാര്യവും ഒരു വ്യക്തിയിൽ നിന്നുണ്ടായതാണ്. അയാളുടെ ഇൻഫ്ലുവൻസ് നിന്നുണ്ട്. ആ പുരുഷനിലോ ആ സ്ത്രീയുടെയോ ആ വ്യക്തിയുടെയോ ചിന്താഗതിയിൽ നിന്ന് വന്നതാണ്. അത് മനസ്സിലാക്കിയാൽ അസഹിഷ്ണുത നമ്മളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടും. നമ്മൾ കേട്ടതോ നമ്മൾ അറിഞ്ഞതോ മാത്രമല്ല ആർട്ടിൻ്റെ ഒരു അവൈലബിൾ സ്പെക്ട്രം എന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ നമ്മൾ ഭൂരിപക്ഷം ആൾക്കാർക്കും ഉള്ളൂ. തീർച്ചയായിട്ടും. ബട്ട് വാട്ട് എക്സാക്ട്ലി ഗിവ്സ് യു ദറ്റ് എനർജി ടു സ്റ്റാൻഡ് അപ്പാർട്ട്? ഈ ഒരു തിരിച്ചറിവ് അതിനൊരു അടിത്തറയാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രതിഷേധ സ്വരമായി ആരംഭത്തിലെങ്കിലും നമ്മുടെ ചിന്തകളിൽ ഒരുപാട് സംഘർഷമുണ്ടാകും, ഒരുപാട് പ്രതിഷേധം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ആ കലഹം എങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥായിയായ ഒരു സംഭാവനയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? ദാറ്റ് പ്രോസസ് ഐ തിങ്ക് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഹൗ യു റിയലൈസ് ദിസ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് റിബെലിയൻ ഗോസ് ഇൻസൈഡ് യുവർ ഹെഡ് ടു ബ്രേക്ക് ദീസ് നോംസ് ആൻഡ് ടു completely demolish that framework and yet stay true to the art. That process should be very interesting, I think. No, I understand. So, look, nobody wants to wake up in the morning and say that I want to change something. At least ഞാൻ അങ്ങനെയല്ല. അവർ രാവിലെ ഉണർന്നെണീറ്റ് നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ ഇന്നിത് മാറ്റണം, ഇന്ന് ഇതിലൊരു വ്യത്യാസം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതിനെ മാറ്റി പ്രതിഷ്ഠിക്കണം, അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു
ഒരു മെൻറ്റാലിറ്റി ഓഫ് എനിമിറ്റി ഒന്നും നമുക്ക് ഒരു സബ്ജക്റ്റിനോടും ഇല്ലല്ലോ മാം. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മളൊരു കാര്യം കാണുന്നു, നമ്മൾക്കിത് ഇങ്ങനെ, ഇതിന് പകരമായി ഇങ്ങനെ ആയിരുന്നു ഇതെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ ആത്യന്തികമായിട്ട് വി കോൾ ദറ്റ് ക്യൂരിയോസിറ്റി. ഹ്യൂമൻസ് ആർ ഇന്നേറ്റ്ലി ക്യൂരിയസ്. ഇഫ് യു സീ സ്മോൾ ചിൽഡ്രൻ, യു ടെൽ ദം ഡോണ്ട് ഡു ഇറ്റ്, വിത്തിൻ 5 minutes they'll go and do it. Encourage them to go and do it and make them learn that it has got downsides. ഹ്യൂമൻസ് ഭയങ്കര ഡൗൺസൈഡ് അവേഴ്സായ ഒരു സ്പീഷീസാണ്. നമുക്ക് കുഴപ്പമുണ്ടാവുമെന്ന് അറിയുന്ന ഒരു കാര്യവും നമ്മൾ പിന്നീട് പോയി ചെയ്യില്ല. പക്ഷേ ആ ഒരു തവണ അത് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഇത്രയും കാലത്തെ ഹ്യൂമാനിറ്റിയുടെ പ്രോഗ്രസ്സിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പ്രതിഷേധമില്ല മാം. ഐ എം നോട്ട് പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് എനിത്തിങ്. എനിക്ക് ഒന്നിനോടും പ്രകടമായി എൻ്റെ എതിർപ്പുകളെല്ലാം ഒരു മനുഷ്യൻ അവൻ്റെ ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നൊരു വലിയ കൂട്ടം ആക്രോശിക്കുമ്പോൾ അതിനെതിരെ ഒരു നിലപാടെടുക്കേണ്ട മനുഷ്യൻ്റെ ആത്യന്തികമായ സ്വാതന്ത്ര്യമാണ് ഞാൻ എക്സിബിറ്റ് ചെയ്യുന്നത്. അല്ലാതെ അതിലൊരു പ്രൊട്ടസ്റ്റ് ഇല്ല. ഇപ്പോൾ ഒരു പാട്ട് ഞാൻ പാടുമ്പോൾ പാടിയത് ഭംഗിയായില്ല, താങ്കളുടെ ഗാനാലാപന ശൈലി നല്ലതല്ല, താങ്കളുടെ സ്വരം നല്ലതല്ല, താങ്കളുടെ ദ അക്കാഡമിക് എബിലിറ്റി യു ഹാവ് ടു പെർഫോം ഇസ് നോട്ട് ഗുഡ് എന്നുള്ളതിനാണ് നമ്മൾ മലയാളത്തിൽ വിമർശനം, ഇംഗ്ലീഷിൽ ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്നത്. താങ്കൾ ഇനി പാടരുത്, അതിൻ്റെ പേരാണ് അസഹിഷ്ണുത. ഈ പാട്ട് താങ്കൾ ഇനി തൊട്ടുപോകരുത്, അതിൻ്റെ പേരാണ് അസഹിഷ്ണുത. അല്ലെങ്കിൽ താങ്കൾ ഇട്ടിരിക്കുന്ന വസ്ത്രം എനിക്കിഷ്ടമായില്ല, താങ്കൾ ചെരുപ്പിട്ടുകൊണ്ട് ഈ ഗാനം പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, താങ്കളുടെ മുടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ ആഡ് ഹോമിനം എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ആഡ് ഹോമിനത്തിൽ ഒന്നും ക്രിറ്റിസിസത്തിന് ഒരു സ്ഥാനവുമില്ല. ക്രിറ്റിസിസത്തിൻ്റെ പേരിൽ, ക്രിറ്റിസിസത്തിൻ്റെ മറവിൽ നമുക്കിഷ്ടമുള്ളത് വിളിച്ചു പറയാനുള്ള ഒരവസരമായി ആളുകൾ മാറ്റുമ്പോഴാണ് ആർട്ടിസ്റ്റ് പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പഠിച്ചൊരു ഗാനം എൻ്റെ ശരീരത്തിൽ വരുന്ന പോലെ ഞാൻ പാടുന്നു. അതിൽ പരം അതിലൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ഞാനെന്നുള്ള വ്യക്തിക്ക് എന്ത് പ്രാധാന്യമാണ് ശരിക്കും സംഗീതത്തിലുള്ളത്? നമ്മളിൽ ആർക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? വെറും ഒരു വാദ്യം. അതിലുപരി ഒരു ഗായകൻ നമ്മളെ ഒരു ഫ്ലൂട്ടായിട്ട് കൺസിഡർ ചെയ്താൽ, എന്നെ ഒരു നാദസ്വരമായി കൺസിഡർ ചെയ്താൽ, ഏതോ ഒരു വ്യക്തി വായിക്കുന്ന ഒരു വാദ്യം, അത്രയേ ഉള്ളൂ. ഞാൻ ഈ വാദ്യമാണ് എൻ്റെ ഈ സൗണ്ട് ബോക്സ്. അതിൽ കൂടുതൽ ഒരു ഗായകന് പ്രാധാന്യവും അവർ ചെയ്യുന്ന വർക്കിന് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്തിനാണ് ഈ അസഹിഷ്ണുത? ഒരു ഗായകനെന്ന് പറയുന്ന ഒരു മീഡിയം, നിങ്ങൾക്ക് ആ മീഡിയം ഇഷ്ടമായില്ല, ആയിരക്കണക്കിന് മറ്റു മീഡിയങ്ങൾ നിലനിൽക്കുന്നു, പഴയ മീഡിയങ്ങൾ ആർക്കൈവ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എൻ്റെ പ്രതിഷേധം സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നതിൻ്റെ മുകളിൽ മാത്രമാണ്. അല്ലാതെ ഞാൻ പാടിയ ഗാനങ്ങൾ ഒരു ലാർജ് മൈക്രോകോസം ഓഫ് സൊസൈറ്റി അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവൂ എന്ന അത്യാഗ്രഹമൊന്നും എനിക്കില്ല. ഒരു ഗായകനും ഒരു കലാകാരനും അത് ആവശ്യപ്പെടാൻ പറ്റില്ല. മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് വിമർശനവും ആക്രമണവും ഇൻ്റർചേഞ്ചബിളായി ഉപയോഗിക്കാവുന്നൊരു ടേമല്ല. വിമർശനത്തിൻ്റെ പേരിൽ എന്തിനേയും ആരിനെയും ആക്രമിക്കാം. അവരെ പ്രതിപാദിക്കുന്ന അവരുടെ മ്യൂസിക്കിന് അല്ലെങ്കിൽ അവരുടെ ആർട്ടിന് ഉപരിയായിട്ടുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവരെ ചിത്രവധം ചെയ്യുക എന്നുള്ള ഒരു തരം സേഡിസ്റ്റിക് പ്രവണത പലപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് പ്രതികരിക്കാൻ പറ്റാതെ പോകാറുണ്ട്. കാരണം ഞങ്ങൾക്കൊക്കെ ആത്യന്തികമായി വേണമെന്നാവശ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഈ വിനയം. എന്തിനാണ് മനുഷ്യന് വിനയം? ഒരു കാര്യം ശരിയെന്ന് ചെയ്യുന്നത് പറയുന്നതിന് എന്തിനാണ് വിനയത്തിൻ്റെ മേമ്പൊടി? നല്ലൊരു ഗായകൻ നല്ലൊരു ഗായകനാണെന്ന് പറയുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത? നല്ലൊരു ഗായകനാണെന്ന് സ്വയം പറയണ്ടേ? നല്ലൊരു ഗായകൻ അയ്യോ എനിക്കൊന്നും അറിയില്ല, ഇതൊക്കെ മറ്റേതോ ലോകത്തു നിന്ന് എനിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് സ്വയം കുറയ്ക്കേണ്ട എന്താവശ്യമാണ് കലാകാരനുള്ളത്? ഞാനൊരു നല്ല ഗായകനാണെന്ന് ഗായകൻ പറയണം, എങ്കിലേ മറ്റുള്ളവർ പറയൂ. അപ്പോൾ ഈ ഒരു പോയിന്റിലോട് മാത്രമേ എനിക്ക് പ്രതിഷേധമുള്ളൂ. ഞാൻ നന്നായി ചെയ്യുന്നൊരു കാര്യം ഞാൻ നന്നായല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു അപ്രൂവൽ മേടിക്കേണ്ട ഗതികേടിലേക്ക് എന്തിനാണ് ഒരു ആർട്ടിസ്റ്റ് പോകേണ്ടത്? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ നന്നായി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നന്നായി ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നു. അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന നിർബന്ധം എനിക്കില്ല. പക്ഷേ ഞാൻ നന്നായി ചെയ്യുന്നൊരു കാര്യം നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി ഞാൻ നന്നായി ചെയ്യുന്നില്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. അത്രയേ ഉള്ളൂ. ആ ആത്മവിശ്വാസത്തോടു കൂടി ഇനിയും ഹരീഷിൻ്റെ പാട്ട് കേൾക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ പാട്ടുകാരൻ പാട്ട് പാടണം, സംസാരിക്കരുത്. അതാണ് പൊതുവെ കേട്ട് വരുന്നൊരു കാര്യം. എന്ത് പാട്ടാണ് ഞാൻ പാടേണ്ടത്? ഓക്കെ, ആദ്യം കേട്ട ശബ്ദം ശ്രീരാഗമോ എന്നാണ്, അത് ഞാൻ പാടുന്നു. ഇതൊരു 6000 വേദിയിൽ പാടിയാലും 6000ാമത്തെ വേദിയിൽ ഞാൻ വീണ്ടും പാടും. കാരണം അതാണ് ചില പാട്ടുകളുടെ പ്രത്യേകത. എന്തായാലും കോഴിക്കോടിന് ഫോണുകളും വെള്ളക്കായിട്ടുണ്ട് കേട്ടോ. എന്തായാലും കോഴിക്കോടിന് വേണ്ടി ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ശരത് സാറിന് വേണ്ടി, ONV സാറിന്
കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാടമായി എൻ പുലർകന്യയായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ. താങ്ക് യു. Speechless, all of us are. Thank you. Just the value of the composition. Again, I'm Omini. And I think it's also the energy that the audience gives you, right? Always. Whether you Always. speak, whether you sing, whatever you're performing in front of an audience, it's very crucial. Tell us about your interaction with the audience when you perform. Because you do equally well within a studio, when you're just facing the camera and the dark walls and in front of an audience. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും റെക്കോർഡിങ്ങിനായിട്ട് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ് പ്രസംഗിക്കാനായിട്ട്. എനിക്ക് വ്യക്തികളെ കാണാതെ, അവരുടെ മുഖഭാവങ്ങൾ കാണാതെ, അവരുടെ കണ്ണുകൾ കാണാതെ, ആ സദസ്സിൽ നിന്നുള്ള ഊർജ്ജം എങ്ങനെ ഊറ്റിയെടുക്കാതെ എനിക്കൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിയുന്നതും അങ്ങനെ വരുന്നത് ഞാൻ ഒഴിവാക്കാറാണുള്ളത്. അല്ലെങ്കിൽ അതിനി പഠിക്കണം, എങ്ങനെയാണ് ക്യാമറ മാത്രം നോക്കി പ്രസംഗിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് എപ്പോഴും കലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു യു ടെൽ മീ ഫസ്റ്റ്, ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ടെൽ യു മൈ എക്സ്പീരിയൻസ്. ഞാൻ വളരെയേറെ അറ്റൻഷൻ ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ്. എൻ്റെ തന്നെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ കടന്നു വന്ന വഴികളിൽ നിന്നും ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ആഗ്രഹിച്ച് കിട്ടാത്ത അറ്റൻഷൻ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മളൊരു ചെക്ക് ബോക്സ് ആയിട്ട് ടിക്ക് ചെയ്യുന്നതാണ്. നമ്മൾ എവിടെ വന്നാലും എത്ര പേരുണ്ട് നിങ്ങളെ സ്കാൻ ചെയ്ത് നോക്കും. കുറച്ച് പേരൊക്കെ ഉണ്ട്, കൊള്ളാം, തെറി വിളിക്കാൻ വന്നതാണെങ്കിലും കുറച്ച് പേരൊക്കെ ഉണ്ട്. ഓൾ ഓഡിയൻസ്, എന്നും ഓഡിയൻസിനൊരു ഹെറ്ററോജനിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ചിലർ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, ചിലർ നമ്മളെ അത്ര ഇഷ്ടപ്പെടുന്നില്ല, ചിലർ അതിനെ ഒരു പ്രാഗ്മാറ്റിക് ആയിട്ട് കാണുന്നു. ലൈക്ക് സം ആർട്ടിസ്റ്റസ് കം, അദ്ദേഹം പാടട്ടെ, കേട്ട് അഭിപ്രായം പറയാം, അല്ലെങ്കിൽ ഇദ്ദേഹം നല്ലൊരു ഗായകനാണ്, അല്ലെങ്കിൽ ഇയാൾ പാടുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഒരു ഓഡിയൻസ് എന്ന് പറയുമ്പോൾ മാം എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു നിമിഷം കോഴിക്കോടുള്ള ഇത്രയും പേര്, പല ഏജ് ഗ്രൂപ്പിലുള്ള, പല സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരിപ്പോൾ ഈ വേദിയിൽ ഓഡിയൻസ് ആയിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും തന്നെ ഇപ്പോൾ അവർ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ ഈ കോഴിക്കോട് പട്ടണത്തിൽ എന്തും ചെയ്യാൻ സാധിക്കും. വെറുതെ ബീച്ചിൽ നടക്കാൻ പോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോട് ഫോണിൽ വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയെ വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ കിടന്നുറങ്ങാം. അതല്ലാതെ അതിന് പകരമായി ഇവിടെ വന്ന് ഇപ്പം ഞാനും മാഡവും അടങ്ങുന്ന ഒരു വേദിയിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇവർ കാണിക്കുന്ന മനസ്സിന് നമ്മൾ കൊടുക്കേണ്ട മിനിമം കമ്മിറ്റ്മെൻ്റാണ് എനിക്ക് ഓഡിയൻസ് എൻഗേജ്മെൻറ്റ്. കാരണം ഏതൊരു ശ്രോതാവിനും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തും ചെയ്യാൻ അവരുടെ കയ്യിലെ വിരൽത്തുമ്പുകൾ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്യപ്പെടാനുള്ള അവസരമുള്ള ഈ ഒരു സമയത്ത് 1 മണിക്കൂറോളം സമയം 2 വ്യക്തികൾ അവരുടെ മനസ്സിൽ നിന്ന് സംസാരിക്കുന്ന കാര്യം കേൾക്കാനും
അതിനോട് പ്രതികരിക്കാനും കാണിക്കുന്ന മനസ്സാണ് ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അല്ലാതെ സപ്പോർട്ടോ ഡിസെൻറ്റോ അല്ല. അപ്പോൾ എൻ്റെ ഓഡിയൻസ് ഫീലിംഗ്, അത് പിന്നെ മാം പറഞ്ഞത് കറക്റ്റാണ്, അതാണ് നമ്മളുടെ ഊർജം. അത് എന്താ പറയുന്നത്, ഫ്രണ്ട്ലി ആണോ കോസ്റ്റിക് ആണോ സ്കെപ്റ്റിക്കൽ ആണോ എന്നുള്ളത് രണ്ടാമത് വരുന്ന കാര്യമാണ്. പക്ഷെ അവരുണ്ട്, അവരിതിനു വേണ്ടി വന്നതാണ്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പാടാൻ വിളിച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ ചോദിക്കുന്നത്. കാരണം നമ്മളെ കാണാനല്ല വരുന്നത്. അപ്പോൾ പാട്ട് കേൾക്കാതിരിക്കാനുള്ള പൈസയാണ് നമ്മൾ അവിടെ മേടിക്കുന്നത്. എൻ്റെ പാട്ട് നിങ്ങൾ കേൾക്കാതിരിക്കാൻ എനിക്ക് പൈസ തരുമെന്ന് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എങ്ങനെയാണെങ്കിലും ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ പാടുന്നതോ കുറച്ചെങ്കിലും കേൾക്കാൻ താല്പര്യപ്പെട്ട് വന്നവരാണ് നിങ്ങൾ എന്നുള്ള, ഇനി വൃഥാധാരണയാണെങ്കിലും നിങ്ങളത് തിരുത്തരുത്. ഞാൻ ആ കോൺഫിഡൻസിൽ മുമ്പോട്ട് പോയിക്കോട്ടെ. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ത്രൈവ് ചെയ്യുന്നത്. അതാണ് എൻ്റെ മറുപടി ഈ ചോദ്യത്തിന്. തീർച്ചയായിട്ടും ആ ഒരു പൈസയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അതും കൂടെ ചോദിക്കാതിരുന്നാൽ നമ്മുടെ ഈ ഒരു ചർച്ച പൂർണ്ണമാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ ലോകത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഉദ്യമത്തിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായി അതിനൊരു പിന്തുണയുണ്ടാകണം, ഒരു ഭദ്രത ഉണ്ടാകണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നമുക്കിന്ന് യുവജനോത്സവങ്ങളിൽ പോലും കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുറയിലുള്ള യുവജനോത്സവങ്ങൾ പോലെ അല്ല ഇപ്പോഴത്തെ യുവജനോത്സവങ്ങൾ. നമുക്കറിയാം അതിമനോഹരമായ കുട്ടികൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അത്രയും അധികം സാമ്പത്തികമായി അതിലേക്ക് ഒരു ചെലവും കൂടി പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമുക്കിപ്പോൾ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയല്ല എന്നുള്ളപ്പോൾ അങ്ങനെ ഒരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള കുട്ടികളുടെ ഒരു ചെറിയ വിമുഖതയെങ്കിലും ഉണ്ടെങ്കിൽ, പണ്ടത്തെ അപേക്ഷിച്ചിടത്തോളം ഇപ്പോൾ വിമുഖത ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ചെറിയ വിമുഖത അല്ലെങ്കിൽ ആശങ്ക വരുന്നതിൻ്റെ ഒരു ഘടകം തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ഭദ്രത എവിടെ നിന്ന് കണ്ടെത്തും, അത് ആരംഭിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്നും നമുക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യുന്ന സാമ്പത്തികത്തെക്കുറിച്ച്. അപ്പോൾ അത് പ്രത്യേകിച്ചും സാംസ്കാരിക മേഖലയാകുമ്പോൾ ആ ആശങ്കകൾ കൂടുതൽ വർദ്ധിക്കുകയാണ്. കാരണം ഇപ്പോഴും നമ്മൾ കേരളത്തിലായാലും ഭാരതത്തിലായാലും നമ്മുടെ ഈ ഒരു പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്ക് ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ അതിന് കയ്യും കാലും വച്ചിട്ടുള്ള ഒരു മേഖലയല്ല. അത് തത്വത്തിൽ നമുക്കൊരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും സർഗാത്മികമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കാനും അതിനെ ഒരു വ്യവസായമായിട്ട് കാണുവാനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ ഒരു ആരംഭഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ. സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു ഭാഗത്തു നിന്ന് സംസാരിച്ചതാണത്. അപ്പോൾ അതിപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ അതിനു മുൻപ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ അതെങ്ങനെ, ആ അനുഭവം എങ്ങനെയായിരുന്നു, വരും തലമുറയ്ക്ക് ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ആശങ്കകൾ കടക്കുവാൻ അവർ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് സംസാരിച്ചാൽ കൊള്ളാം. തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് മാം, താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ thank you for the effort that the system is doing to recognize art and artists and the community. I think നമ്മൾ തീർച്ചയായിട്ടും please come on. I think ഏതൊരു കലാകാരന് ഏറ്റവും കൂടുതൽ ആവശ്യം സിസ്റ്റമിക് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റിയെ ഒരു ഗവൺമെൻറ്റൽ മെഷീനറി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ജനാധിപത്യപരമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദാറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് വളരെ ടച്ചി ആയിട്ടുള്ള വിഷയം, ഞാൻ പക്ഷേ റിട്ടോറിക്കൽ ആവാതെ ലളിതമായിട്ട് എന്നോട് ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെ കിട്ടിയ ഒരു വിമർശനം, ഒരു കാര്യം പറയാൻ ഹരീഷ് ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു ക്രിറ്റിസിസം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ലളിതമായിട്ട്, അതുകൊണ്ട് അവർ നമുക്ക് 1 മണിക്കൂർ തന്നത്. രാവിലത്തെ എൻ്റെ സെഷൻ 1/2 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. ഹരീഷ് ആയതുകൊണ്ടാണ് 1 മണിക്കൂർ. അതെ, ഞാനൊരു പാട്ട് പാടണമെങ്കിൽ 1.5 ദിവസം എടുക്കുന്നൊക്കെയാണ് ജോക്ക്. അപ്പോൾ എന്തായാലും ഒന്നാമതായിട്ട് മാഡം പറഞ്ഞൊരു പ്രധാന കാര്യം, അത് ഞാനൊന്ന് പാസീവായിട്ടാണ് മാം പറഞ്ഞത്, എങ്കിലും അതിനെ ഞാനൊന്ന് ആംപ്ലിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കലാരംഗം എന്നതിനെ വ്യവസായമായി അംഗീകരിക്കുന്നു, വ്യവസായമായി കാണുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റ്, പ്രധാനപ്പെട്ട പോയിൻ്റ്. ഏറ്റവും പ്രധാനമായും നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ പൊതുവെ ഏഷ്യൻ കോണ്ടെക്സ്റ്റിലെ കലാകാരന്മാർ സ്ട്രഗിൾ ചെയ്യുന്നത് കലയെ ഒരു വ്യവസായമായി അംഗീകരിക്കാൻ മാനസികമായി നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ്. അതിന് ഒരുപാട് സോഷ്യൽ, റിലീജിയസ് ആൻഡ് ട്രഡീഷണൽ റീസൺസ് ഉണ്ട്, ചോദ്യം ചെയ്യപ്പെടേണ്ട കാരണങ്ങൾ. ഉദാഹരണത്തിന്
പ്ലംബിംഗ് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി, വളരെ സ്കിൽഡായ മനുഷ്യനാണ് അദ്ദേഹം. വെറുതെ പോയി കഴിഞ്ഞാൽ ഒരു പൈപ്പ് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, വെറുതെ പോയി കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് കണക്ഷൻ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി, കാർപ്പൻട്രി എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ വർക്ക് ചെയ്യുന്നത് വാട്ട് ഈസ് നോൺ ആസ് ബില്ലിംഗ് റേറ്റ്. അവരുടെ ജോലിക്ക് അതിന് അനുസൃതമായിട്ടുള്ള ഒരു വേതനം അവർക്കുണ്ട്. ആ വേതനം കൊടുത്താണ് അവരുടെ സർവീസസ് നമ്മൾ മേടിക്കുന്നത്. ഇത് ഞാൻ പല വേദികളിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അത്രയും തവണ ഇത് റിപ്പീറ്റ് ചെയ്താലും എത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. കലാകാരൻ്റെ കേസ് മാത്രം വരുമ്പോൾ ഇതിന് വാക്ക് വളരെ പെട്ടെന്ന് ദക്ഷിണ എന്നാവും. എന്തുകൊണ്ടാണ് എൻ്റെ പാട്ട് നിങ്ങൾ തരുന്നത് ദക്ഷിണയാവുന്നത്? എനിക്ക് തരേണ്ടത് കൂലിയാണ്, ഞാൻ ചെയ്യുന്നത് തൊഴിലാണ്. ഞാൻ 2 മണിക്കൂർ വന്ന് നിങ്ങളെ എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തിൽ നിങ്ങൾ എനിക്ക് തരുന്ന പൈസ എനിക്ക് തരേണ്ട വേതനമാണ്. ആ വേതനം എന്നുള്ള കാര്യം കലാകാരന്മാർക്കിടയിൽ ഇന്നും ആക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറല്ല. നിങ്ങൾക്ക് ദൈവദത്തമായി കിട്ടിയതിന് നിങ്ങൾ എങ്ങനെ ഒരു വിലയിടുന്നു? ദൈവദത്തമായി കിട്ടിയ ഒന്നിനും ഇവിടെ സാധുതയില്ല. നമ്മൾ കൊടുക്കുന്ന എഫർട്ടും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സാക്രിഫൈസസും പ്രാക്ടീസും പ്രവൃത്തി പരിചയവും ഒക്കെ കൂടിയുള്ള ആകത്തുകയാണ് കലാകാരൻ വേദിയിൽ അവതരിപ്പിക്കുന്ന 5 മിനിറ്റ് ഗാനം. ഒരു നല്ല പ്ലംബറിനെ വിളിക്കുമ്പോൾ അദ്ദേഹം 5 മിനിറ്റ് കൊണ്ട് പൈപ്പ് റിപ്പയർ ചെയ്തതിനല്ല നമ്മൾ പൈസ കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 20 വർഷത്തെ 30 വർഷത്തെ പ്രവൃത്തി പരിചയത്തിനുള്ള വേതനമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് കലാകാരൻ 3 മിനിറ്റല്ലേ പാടിയുള്ളൂ, അതിന് 300 രൂപ വന്നാൽ പോരെ എന്ന് ചോദിക്കുന്നത് എത്ര വൈരുദ്ധ്യാത്മകമായ ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതൊരു ക്രാഫ്റ്റിനെ പോലെ തന്നെയാണ് കലയും. ക്രാഫ്റ്റല്ല, ഇതെന്തോ നിങ്ങൾക്ക് കൈവന്ന ഒരു കാര്യമാണ് എന്ന് കലയെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര തിരക്കാണ് എല്ലാവർക്കും. ഇത് നിങ്ങളുടെ മിടുക്കൊന്നുമല്ല, നിങ്ങൾക്ക് കിട്ടിയതാണ്. ഓഫ് കോഴ്സ് ടാലൻറ്റ് എന്ന് പറയുന്നത് ജനറ്റിക്കലി യൂജനിക്കായിട്ട് കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഫുള്ളി യൂജനിക് അല്ലാന്ന് സയൻസ് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വെറും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ബാക്കിയെല്ലാം ഒരു കലാകാരൻ ചെയ്തെടുക്കുന്നതും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും അദ്ദേഹം കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളുടെയും ഒക്കെ ആകത്തുകയാണ് അദ്ദേഹത്തിൻ്റെ സംഗീതം. അപ്പോൾ അതാണ് ഒന്ന്. അതിന് കൊടുക്കേണ്ടത് ദക്ഷിണയോ അതിന് കൊടുക്കേണ്ടത് കൈനീട്ടമോ അതിന് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഒന്നും നല്ല മനസ്സിൽ നിന്ന് വരുന്ന 5 രൂപയോ അല്ല, അതിനർഹിക്കുന്ന കൂലിയാണ് കൊടുക്കേണ്ടത്. അതാണ് ആദ്യമായിട്ട് പറയേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, കലാകാരന്മാരുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ സൊസൈറ്റി ആത്യന്തികമായി പറയുന്നത് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. നമുക്കങ്ങനെ ഒരു എവിടെ നിന്ന്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ഗുജറാത്തികളുടെ കൂടെ ഒരുപാട് ഇടപഴകുന്നൊരു വ്യക്തിയാണ്. ഞാൻ കൊച്ചിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ തൊട്ടപ്പുറത്ത് മട്ടാഞ്ചേരിയിൽ ഒരു ഗുജറാത്തി തെരുവ് തന്നെയുണ്ട്. ഒരു ആവറേജ് ബിസിനസ് കമ്മ്യൂണിറ്റി നോർത്ത് ഇന്ത്യയിൽ വരുന്നവർ ആദ്യം പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് മണി എന്നാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. 10 രൂപ കൊടുത്ത് ഡേ ട്രേഡ് ചെയ്യാൻ പറയും കുട്ടിയോട്. 10 രൂപ കൊടുത്തത് 20 രൂപയാക്കി കൊണ്ടുപോകാൻ മോനെ, ആ 10 രൂപ നീ വെച്ചോ എന്ന് പറയുന്ന അതുകൊണ്ട് തന്നെയാണ് ആ കമ്മ്യൂണിറ്റീസ് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികമായി തീർത്തും നല്ല പ്രോഗ്രസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സെൻസ് അവർക്കുള്ളത്. പക്ഷെ നമ്മൾ ഭൂരിപക്ഷം പറയുന്നത് പൈസ ഉണ്ടാക്കുന്നത് തന്നെ ഒരു അത്യാഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഗ്രീഡിൻ്റെ ഒരു പ്രതിഫലനമാണെന്നൊരു വൃഥാ ചിന്ത നമ്മൾക്കിടയിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നാച്ചുറലായിട്ട് പൈസയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം വരുന്ന റിയാക്ഷൻ നല്ല രീതിക്ക് ഉണ്ടാക്കിയതായിരിക്കില്ല എന്നാണ്. അത് കഴിഞ്ഞ് അയാളത് പ്രൂവ് ചെയ്യണം നല്ല രീതിക്ക് ഉണ്ടാക്കിയതാണെന്ന്. പക്ഷേ ഫസ്റ്റ് റിയാക്ഷൻ എപ്പോഴും തന്നെ ഇതേതോ ഉടായ്പിനുണ്ടാക്കിയ പൈസയാണ്. കാരണം നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു ആത്യന്തികമായ ചിന്ത നിലനിൽക്കുന്നുണ്ട്. ഒരാൾ പൈസ ഉണ്ടാക്കിയാൽ ഇത് നേർവഴിക്ക് എങ്ങനെയാണ് ഒരു കലാകാരൻ പൈസ ഉണ്ടാക്കുന്നത്? അത് എങ്ങനെ സാധിക്കും? അതാണ് ആദ്യം വരുന്നൊരു റിയാക്ഷൻ. അത് മാറാതെ എങ്ങനെയാണ് ഇവിടെ കലാരംഗത്ത് കലാകാരന് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുക? ആത്യന്തികമായി ധനം സമ്പാദിക്കുക, കുടുംബം നോക്കുക, നമ്മളുടെ മക്കൾക്ക് ഫിനാൻഷ്യൽ ഭദ്രത ഉണ്ടാക്കുക, ഒരു സാമ്പത്തിക അസ്തിത്വം നമ്മളുടെ വരും തലമുറകൾക്ക് ഉണ്ടാക്കുക, ഇതൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഭാഗമാണ്. വെറുതെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. സൂര്യനെ കാണുന്നതും ചന്ദ്രനെ കാണുന്നതും നക്ഷത്രങ്ങൾ എണ്ണുന്നതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. കറണ്ട് ബില്ല് വരുമ്പോൾ പൈസ തന്നെ കൊടുക്കണം, നക്ഷത്രത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കലാകാരന്മാരും മേടിക്കുന്നത് അരി തന്നെയാണ്, കലാകാരന്മാരെ മേടിക്കുന്നതും കറണ്ട് ബില്ല് തന്നെയാണ്, കലാകാരന്മാരുടെ മക്കൾ പോകുന്നതും സ്കൂളിൽ തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കലാകാരന്മാരെന്തോ കഷ്ടകാലം കൊണ്ട് എന്തോ കഴിവ് കിട്ടി, അത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം, ഞങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് തരുന്നത് മേടിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല എന്ന് കലാകാരന്മാർ പറയേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സാധിക്കില്ല. ഞാൻ ചെയ്യുന്ന സകല പണിക്കും പൈസ എണ്ണി ചോദിച്ച് മേടിച്ചേ പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു മനസാക്ഷിക്കൊത്തും ഇന്നേവരുണ്ടായിട്ടില്ല. That was brutal. Thanks for being brutally honest. അത് പക്ഷേ ഇന്നത്തെ ലോകത്തിൽ എനിക്ക് തോന്നുന്നു കലാകാരർ മാത്രം അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല. എൻ്റെ കുറേ അധികം
ഇപ്പം ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എൻ്റെ വാട്സാപ്പിൽ കുറേ അധികം ഡോക്ടർ ഫ്രണ്ട്സിൻ്റെ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ പലരും സ്റ്റേറ്റസിൽ ഇട്ടിരിക്കുന്ന നോ വാട്സാപ്പ് കൺസൾട്ടേഷൻസ് പ്ലീസ് എന്നുള്ളതാണ്. കാരണം ഒരു അത്യാവശ്യത്തിന് വിളിക്കുന്നത് പോലെയല്ല, പക്ഷേ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ സൗജന്യമായിട്ട് നൽകും എന്നുള്ള ഒരു ധാരണ പലർക്കും സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിലേക്ക് കടക്കുന്നതിന് മുൻപ് let's talk about the elephant in the room, which is that you're not only a musician. ഇപ്പോൾ ഇത്രയും നമ്മൾ ഈ പറഞ്ഞത് കൊണ്ട് തന്നെ ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കലാകാരനും പാട്ടുകാരൻ എന്നുള്ളതിൽ മാത്രം, ആ വിശേഷണത്തിൽ മാത്രം ഒതുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. സോ വി ടോക്ക്ഡ് അബൌട്ട് how you waded through your engineering days. അതിനുശേഷം പിന്നെ അബോഡയിലായിരുന്നു, പിന്നെ ഗൂഗിളിലായിരുന്നു, ഇപ്പോൾ ക്രെഡിൻ്റെ ഡിസൈൻസിൻ്റെ ഹെഡാണ്. അപ്പോൾ you're a tech whiz as they call it. അതിനെക്കുറിച്ച് അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഞാൻ ആളല്ല. പക്ഷേ we know that you're a lot more than being a singer alone. അപ്പോൾ അതും ഇതും രണ്ടും ജീവിതത്തിൽ ഈ പറയുന്ന ഒരെണ്ണം പ്രൊഫഷനും ഒരെണ്ണം വൊക്കേഷനും ആയിട്ട് കൊണ്ട് നടക്കുന്ന ആളല്ല. എന്നോട് ചോദിക്കുമ്പോൾ പലരും എനിക്ക് ആ ഉത്തരം പറയാൻ പറ്റും. കാരണം എനിക്ക് കല എന്ന് പറയുന്നതോ അല്ലെങ്കിൽ എഴുത്തെന്ന് പറയുന്നതോ സംസാരിക്കുക എന്ന് പറയുന്നതോ ഒന്നും ഒരു ജീവനോപാധിയല്ല. എൻ്റെ ജീവനോപാധി എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ വിനോദത്തിനായി എന്നുള്ള രീതിയിൽ, എൻ്റെ പാഷൻ എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഹരീഷ് രണ്ടും I think they weigh equally in front of you as far as we can see, So both are your professions, and that is something very rare to see as well. So അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ഒരു ജോലിയുണ്ട്. ദിവസവും രാവിലെ ആ ജോലിക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ മെയിൻ കാരണം ഇതെൻ്റെ കലാകാരൻ്റെ അഭിപ്രായമായിട്ട് ഇതിനെ ദയവ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ചെയ്യരുത്. ഇതിന് ഘടകവിരുദ്ധമായ അഭിപ്രായമുള്ള കലാകാരന്മാർ അടുത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. എനിക്ക് മാസാമാസം 1-ാം തീയതി രാവിലെ 8:45 മണിക്ക് SMS കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശബ്ദമാണത്. ശമ്പളം ക്രെഡിറ്റ് ആവുന്ന ശബ്ദം. ഇതിനേക്കാളും മനോഹരമായൊരു മണിശബ്ദം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ല. ആ മണിശബ്ദം മുടങ്ങുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആശങ്കകളും എനിക്ക് ഉടലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാസം പൈസ കിട്ടണം ശമ്പളമായിട്ട്. അത് 10 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും ലക്ഷങ്ങളാണെങ്കിലും അത് മാസം കിട്ടുന്നു എന്നതിൽ നിന്ന് കേൾക്കാമോ? എന്നതിൽ നിന്ന് അതിന് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഇതാവുന്നുണ്ട്. ആ ഫ്ലോ പോയി. ഇപ്പൊ കേൾക്കാമോ? കുറച്ചും കൂടി ബേസ് ഉണ്ട് ഈ മൈക്കിന്. സോറി, ലോങ്ങർ സ്റ്റോറി ഷോർട്ട്, എനിക്ക് ആ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത്, മാസം ശമ്പളമായി കിട്ടുന്ന സാമ്പത്തിക ഭദ്രത എന്നിലെ കലാകാരനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം ഒരു കലാകാരനും അൺസർട്ടനിറ്റിയിൽ നിന്ന് ഒരുപാട് കാലം സംഗീതമോ കലയോ സൃഷ്ടിക്കാൻ പറ്റില്ല. അൺസർട്ടനിറ്റി നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക്, നമ്മുടെ ക്രിയാത്മകതയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ കോർട്ടിസോൾ റിയാക്ഷൻ. അടുത്ത മാസം എന്ത് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത മാസം കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കാനുള്ള പൈസ എവിടെ നിന്ന് വരും, അല്ലെങ്കിൽ ഇനി ഒരു ഗവൺമെൻറ് ഡിക്ലെയർഡ് ഹോളിഡേ ഉത്സവ സമയത്ത് വന്നാൽ ഞങ്ങളിനി എന്ത് ചെയ്യും? ഇതൊക്കെ ഒരു കലാകാരൻ എൻകൗണ്ടർ ചെയ്യുന്ന ആശങ്കകളാണ്. എൻ്റെ ഈ ജോലി കൊണ്ട് എനിക്ക് കിട്ടുന്നത് ഈ ആശങ്കകളിൽ നിന്നുള്ളൊരു ഇൻഷുറൻസ്. ഈ ആശങ്കകളിൽ നിന്ന് ഞാൻ നേടിയെടുക്കുന്ന ഇൻഷുറൻസ് ഞാൻ എൻ്റെ കലയിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നതാണ് നിങ്ങൾ കേൾക്കുന്ന എൻ്റെ സംഗീതം. അതൊരു പൊസിഷൻ ഓഫ് പ്രിവിലേജിൽ നിന്ന് വരുന്നതാണ്. എല്ലാവർക്കും അവകാശം പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു പ്രിവിലേജ്. ഇപ്പം ഞാൻ എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലെത്തിയത്? നല്ല വിദ്യാഭ്യാസമുള്ള സവർണ കുടുംബത്തിൽ ജനിച്ചു. അവർക്ക് എന്നെ സ്കൂളിലേക്ക് അയക്കാൻ പറ്റി, അവർക്ക് എന്നെ കോളേജിലേക്ക് ഫീസ് തന്ന് അയക്കാൻ പറ്റി. അവിടെ ഞാൻ പഠിച്ച് എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചു. ജോലിക്ക് പോയി ശമ്പളം ഉണ്ടാക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായി. ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നൊരു പ്രിവിലേജിൻ്റെ ആകത്തുകയാണ് ഇന്ന് ജീവിക്കുന്ന ഈ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഞാൻ അതിനെ നന്ദിപൂർവ്വം കാണുന്നു. ഒരിക്കലും അതിലൊരു
ഊറ്റം കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു എൻ്റെ ഒരു സ്പെസിഫിക് സ്കില്ലായിട്ട് ഞാൻ അതിനെ സെലിബ്രേറ്റ് ചെയ്യാനോ പോർട്രേ ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. കാരണം ഐ നോ പീപ്പിൾ ഹു ആർ ജസ്റ്റ് വെരി ഗുഡ് ആസ് മ്യൂസീഷ്യൻസ്. അവർക്ക് എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ മറ്റൊരു ക്രാഫ്റ്റോ അറിയില്ല. അതവരുടെ കുറ്റമല്ല, അതാണ് അവരുടെ മേഖല, അതാണ് അവരുടെ ശക്തി, അതാണ് അവരുടെ സിദ്ധി. ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് ഭാഗ്യം കൊണ്ട്, ഭാഗ്യം എന്നുള്ളത് നമ്മൾ വളരെ ചൂസി ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. പക്ഷേ ഇത് ഭാഗ്യമെന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ് ഞാനിപ്പോൾ. എനിക്കൊരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി, അവിടെ പോയി പഠിച്ചു, പാസ്സായി, ജോലി കിട്ടി. ഇപ്പോൾ 24 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചു. 24 കൊല്ലവും ശമ്പളം കിട്ടി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൽ നിന്നുണ്ടാക്കിയ സാമ്പത്തിക ഭദ്രത കൊണ്ട് 2 കാര്യങ്ങൾ സാധിക്കുന്നു. ഭയമില്ലാതെ മ്യൂസിക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. 2 വളരെ പ്രധാനമായി ഭയമില്ലാതെ അഭിപ്രായം പറയാൻ സാധിക്കുന്നു. എത്ര കലാകാരന്മാർക്ക് ഈ പ്രിവിലേജ് ഉണ്ട്? എത്ര പേർക്കൊരു വേദിയിൽ വന്നിരുന്ന് കോൺട്രറിയൻ അഭിപ്രായം പറയാൻ പറ്റും? അടുത്ത ഒരിടത്ത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടില്ല, അല്ലെങ്കിൽ അവർ പാർശ്വവൽക്കരിക്കപ്പെടില്ല എന്നുള്ള ധൈര്യത്തിൽ എത്ര കലാകാരന്മാർക്കൊരു വേദിയിൽ വന്നിരുന്ന് അവരുടെ മനസ്സിലുള്ള അഭിപ്രായം പറയാൻ പറ്റും? ഇപ്പോൾ പ്രിവിലേജിനെ മറന്നുകൊണ്ട് ഞാനൊരു പൊസിഷൻ എടുക്കുന്നത് തെറ്റാണ്. എനിക്ക് സാധിക്കുന്നത് ഈ പറഞ്ഞതുകൊണ്ട് നാളെ ഒരു 3 പ്രോഗ്രാം ക്യാൻസലായാലും എൻ്റെ വീട്ടിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുണ്ടാവുന്ന ഒരു ധാർഷ്ട്യത്തിൽ നിന്ന് വരുന്ന ധൈര്യമാണ് ഈ നിലപാടായി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നിലപാടിനെ ഒരുപാട് അങ്ങോട്ട് റൊമാൻറ്റിസൈസ് ചെയ്യരുത്. നിലപാടുകളെല്ലാം മനുഷ്യൻ്റെ പ്രിവിലേജിൽ നിന്ന് വരുന്ന കാര്യമാണ്. പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യൻ നിലപാടെടുക്കുമ്പോഴാണ് അത് യഥാർത്ഥ നിലപാട്. എന്നെപ്പോലെ എല്ലാ പ്രിവിലേജുകളുടെയും കസേരയുടെ മുകളിൽ ചമ്രം പഠിച്ചിരിക്കുന്ന ഒരാൾ പറയുന്നതിനെ നിലപാടായി കാണരുത്, അഭിപ്രായമായി കണ്ട് വിട്ടുകളയണം. അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല ഞാൻ. കാരണം എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു അതിലെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്ന ഹരീഷിൻ്റെ അനുഭവം അതേപോലെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ പലർക്കും ജീവിതത്തിൽ കല എന്നുള്ളത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഭദ്രതയാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികളെയാണെങ്കിലും ഒക്കെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു ശക്തിയായിട്ട് കൂടെ മാറാറുണ്ട് പലർക്കും. അപ്പോൾ എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിലും അതിൽ നിന്നും ഒന്നും ലഭിക്കാത്ത ഒരാശ്വാസം, ഒരു സന്തോഷം, ഒരു സംതൃപ്തി, ഇതൊക്കെ കലയ്ക്ക് നൽകാൻ അത് ഞാൻ അംഗീകരിക്കുന്നു. അത് അത്രയും ഒരു 1 and 0 ആയിട്ട് പറയാൻ പറ്റില്ല. അംഗീകരിക്കുന്നത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഓർമ്മ, നമ്മൾ പാട്ട് ഓർമ്മകൾ എന്നുള്ളതാണ് നമ്മുടെ ഈ സെഷനിൽ തന്നെ തന്നിട്ടുള്ളത്. ഇതുവരെ പാട്ട് ഓർമ്മകളിലേക്ക് നമ്മൾ കടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കരകയറുവാനായി, അല്ലെങ്കിൽ ജീവിതത്തിൽ ആ ഒരു ഘട്ടത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുവാനായി, മാറ്റുകൂട്ടുവാനായി സഹായിച്ച ഒരു സന്ദർഭം, ഒരു സംഗീതം, അങ്ങനെ ഒരു അനുഭവം പങ്കുവെക്കാൻ സാധിക്കും? ചുരുക്കി ഒന്നാമത്തെ കാര്യം മാം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു ഇമോഷണൽ എസ്കേപ്പ് എന്നുള്ള രീതിയിൽ ആർട്ട് എല്ലാവരെയും സഹായിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ പാട്ട് കേൾക്കാൻ ആരാ വരിക? പാട്ടുകാരന് പൈസ വേണം, കേൾക്കുന്നവർ പാട്ട് കേട്ട് ആസ്വദിക്കാനാണല്ലോ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പറഞ്ഞത്, പാട്ട് കേൾക്കാൻ വരുമ്പോൾ പാട്ട് കേൾക്കാൻ വന്നവർക്ക് കൂടുതൽ ടെൻഷൻ കൊടുക്കുക എന്നുള്ളതല്ല, അവർക്കുള്ള ടെൻഷൻ എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഒരു കലാകാരൻ ചെയ്യേണ്ടതെന്ന് പണ്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഇപ്പോൾ ആലോചിക്കുകയാണ്. സത്യമാണ്. എൻ്റെ പാട്ട് ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് റിച്ച് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. റേഡിയോ സംഗീതം മാത്രം കേട്ട്, റേഡിയോ ടേപ്പ് റെക്കോർഡർ. എൻ്റെ വീട്ടിൽ ഞാൻ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ TV വന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ എൻ്റെ ഒരു മുഴുവൻ കുട്ടിക്കാലവും റേഡിയോ ടേപ്പ് റെക്കോർഡറിൽ സ്പെൻഡ് ചെയ്ത ഒരാളാണ്. അതുപോലെ എൻ്റെ വീട്ടിൽ കേബിൾ TV ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയതിന് ശേഷമാണ് വന്നത്. അപ്പോൾ എൻ്റെ എക്സ്പോഷർ പലപ്പോഴും പണ്ട് സൃഷ്ടിക്കപ്പെട്ട നല്ല സംഗീതം അത് കേട്ട് വളർന്നു വന്നതാണ്. എൻ്റെ ഏറ്റവും വലിയ പോയിൻ്റ് എന്ന് പറയുന്നത്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫാദർ അന്ന് അദ്ദേഹം ഒറീസയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൊണ്ടുവന്ന ഗുലാം അലി ഖാൻ സാഹിബിൻ്റെ ഒരു ഗസലുകളുടെ കാസറ്റ്, ആ ഒരു സംഗീത ശൈലി ഉണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത് അന്നൊരു ഒരു ഡെഫിനറ്റീവ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഞാൻ പിന്നീട് ഒരുപാട് ഫോളോ ചെയ്ത് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഗീതാലാപന ശൈലിയും ഗസലുകളിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ ഒരു തുടക്കമിട്ടത് അതാണ്. പക്ഷെ പിന്നീട് മനസ്സിലായത്, ഗുലാം അലി ഖാൻ സാഹിബിനെ കേൾക്കുന്നതിനൊക്കെ ഒരുപാട് കാലം മുമ്പ് ഞാൻ ബാബുക്കയെ കേട്ടിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ ബാബുക്ക മലയാളത്തിൽ ഗസലുകൾ ഉണ്ടാക്കി. എത്ര ഗസലുകൾ ബാബുക്ക മലയാള ഭാഷയിൽ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗസൽ എന്നുള്ള സംഗീത ശാഖ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്തായാലും പാടിയിട്ടേ പോവുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഒരു മെയിൻ മ്യൂസിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, ആളുകളിലേക്ക് സംഗീതം എത്തിക്കാൻ
ആദ്യം ഈ സംഗീതം ആളുകൾക്ക് ഒരു 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 ചൈനീസ് വാൾ സൃഷ്ടിക്കാതെ പാടണം എന്നുള്ളത് മനസ്സിലാക്കി തന്ന കുറച്ച് മ്യൂസീഷ്യൻസ്. അവരൊന്നും ഫേമസ് ആയ മ്യൂസീഷ്യൻസ് അല്ല. ഉദാഹരണം, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ വിശ്വസിച്ചിട്ടാണെങ്കിൽ ശ്രീമാൻ മുക്തിയാർ അലി. അദ്ദേഹത്തിന് നമ്മളിലേക്ക് എത്താൻ വലിയ മൈക്കിൻ്റെയോ തിളങ്ങുന്ന വസ്ത്രത്തിൻ്റെയോ ഒരു ഭയങ്കര ഒരു മ്യൂസിക്കൽ സെറ്റിങ്ങിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം ഹാർമോണിയം വായിച്ച് പാടുന്ന ഒരു നിമിഷത്തിൽ നമ്മളിലേക്ക് ആ മ്യൂസിക് എത്തും. അങ്ങനെ കുറേ കലാകാരന്മാരെ, രാജസ്ഥാനിൽ സ്പെസിഫിക്കലി ഞാൻ പഠിച്ചത് അവിടെയാണ്, കണ്ടതിൽ നിന്ന് മനസ്സിലായത് മ്യൂസിക്കിന് വേണ്ടത് ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ. അത് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കലാകാരന്മാരെ കണ്ടു. ഇന്നും അസൂയയോടെ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ ചെയ്യുന്നതൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ഏറ്റവും ഒരു ഡെഫിനറ്റീവ് മൊമെൻറ്റ്സ് മാം പറയുകയാണെങ്കിൽ, കലാകാരന്മാരെ കണ്ടു, അവരോട് മിണ്ടി, അവരുടെ കല. ഇതിൽ പലരും പ്രശസ്തി കൊണ്ട് സമ്പന്നരല്ല, പക്ഷേ കല കൊണ്ട് ഒരുപാട് ഉയരത്തിൽ, അവരുടെ ഒരു മ്യൂസിക്കൽ ഡിമെൻഷനിൽ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ കാണാൻ പറ്റി, മിണ്ടാൻ പറ്റി, അവരുടെ കൂടെ ഇരിക്കാൻ പറ്റി. ഈ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് ഞാൻ എന്നും കാണുന്നത്. ഒരു പക്ഷേ എനിക്ക് വലിയൊരു ഓഡിയൻസിനോട് പാടാനൊക്കെ സാധിച്ചു, പ്രോഗ്രാം കേൾക്കാൻ ആയിരങ്ങൾ വരുന്ന പ്രോഗ്രാമുകൾ പാടാൻ പറ്റി. പക്ഷെ അതൊന്നും തന്നെ എൻ്റെ മനസ്സിനെ ഇത്രയും സ്വാധീനിച്ചിട്ടില്ല. അത്രയും ഒരു സാധാരണ ഒരു നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച് കാണുന്ന ഒരു കലാകാരൻ നമ്മളെ തന്നെ സ്വയം ചോദ്യം ചെയ്യാൻ നിർബന്ധിതനാക്കും. ആ ഒരു മൊമെൻറ്റ്സ് എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഫോക്ക് മ്യൂസീഷ്യൻസ്, നാടൻ പാട്ട് പാടുന്ന പലരും, അല്ലെങ്കിൽ വായ്മൊഴി സംഗീതം ഫോളോ ചെയ്യുന്ന പലരും, ഇവരൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞാൻ ബാബുക്കയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു 2 വരി കോഴിക്കോടിന് വേണ്ടി, അതെൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ബാബുലാൽ സാറിൻ്റെ മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓമനെ നീ എൻ്റെ അരികിൽ വന്നു, ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ചിലമ്പലി എന്നും കേട്ടുണരാൻ ഞങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സദസ്സിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്കായി തയ്യാറെടുക്കുക. മൈക്കുണ്ടോ ചേച്ചി? ചോദ്യം പാടി സാറിനോടൊരു റിക്വസ്റ്റാണ്. കഴിഞ്ഞൊരു മാസത്തിൽ നമുക്ക് മലയാളത്തിൻ്റെ സുഹൃത്തും മലയാള സിനിമയുടെ ഭാവഗായനും നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ നഗരശബ്ദത്തിലത്തെ കേവല മർത്യ ഭാഷ കേൾക്കാത്ത അതൊന്നും ഞങ്ങൾക്ക് വേണ്ടി പാടുമോ? പാടാം. എനിക്ക് ഓർമ്മയിൽ നിന്ന് പാടിയെടുക്കുന്നതാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എന്നാലും പ്രത്യാഘാതങ്ങളെ ഭയന്ന് പാടാതിരിക്കാൻ പറ്റില്ലല്ലോ. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ, ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ, ഞങ്ങൾ കേൾക്കാത്ത
പാട്ടിലെ സ്വരവർണ്ണരാജികളില്ലയോ ഇല്ലയോ കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ ഒരു ദേവദൂതികയാണു നീ. താങ്ക് യു. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം പാട്ട്. നാളെ പ്രോഗ്രാം ഉണ്ട്, വരുമോ? അതിൽ പാടുന്നുണ്ട്. നാളത്തെ പ്രോഗ്രാമിൽ വരും. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ എടുക്കാം. പാട്ട് താങ്കളുടെ പാടി തന്നിട്ട് ഞാൻ പോവാം. എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും നാളെ പ്രോഗ്രാം വന്നാൽ ഉറപ്പായിട്ട് ഈ പാട്ട് പാടിത്തരാം. താങ്കളുടെ പേരെന്താണ്? ഓർമ്മ വെക്കാം കേട്ടോ. നാളെ വരുമോ പ്രോഗ്രാമിന്? ഇനി വന്നേ പറ്റൂ. ഇല്ല, ഞാൻ ആരാണ്? ഹായ് ബ്രോ. സർ, നമുക്ക് മലയാളം പാട്ടുകളിൽ കൂടുതലും പ്രണയത്തെ വർണ്ണിക്കുന്ന പാട്ടുകളാണുള്ളത്. അപ്പോൾ ഹരി ശിവരാമകൃഷ്ണന് പ്രണയം എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന പാട്ട് 2 വരികൾ, പിന്നെ അതിനോട് അനുബന്ധിച്ച ഓർമ്മയും പങ്കുവച്ചാൽ. അതെനിക്കിഷ്ടായി. ആത്യന്തികമായി മിണ്ടണ്ട, താൻ പാടിയാ മതി. അപ്പം ആ ഒരു അഭിപ്രായമാണെങ്കിൽ അപ്പം ഞാൻ ആ കുട്ടിയെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ല. താങ്കളുടെ പാട്ടും ഈ പാട്ടും ഞങ്ങളുടെ ബാക്ക് ടു ബാക്ക് പാടിത്തരാം. ഞാൻ ആ കുട്ടിയെ നിരാശപ്പെടുത്തും. പലപ്പോഴും ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഈ റിയാലിറ്റി ചെക്കാണ് എൻ്റെ ഊർജം. ഹരിശേട്ടാ നമസ്കാരം. ഒരു മിനിറ്റ് ബ്രോ, ഈ പാട്ടൊന്ന് പാടിക്കൊടുത്തോട്ടെ കേട്ടാ, ദയവരുന്ന്. ദൂരെ ആരോ പാടുകയാണൊരു ദേവഹിന്ദോണം, ഉള്ളിനുള്ളിൽ പ്രണയ സരോദിൻ സാന്ദ്രമാം നാദം, കാതിൽ മെല്ലെ കിക്കിളി കൂട്ടും ചില്ലുലോലാക്കിൽ, കാതര സ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം, ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ, ശിശിരം പകരും പനി നീർമഴയിൽ വെറുതെ നനയുമ്പോൾ. ധിത്തന ധിത്തന ധിരന ധീം ധിരന ധിത്തന ധിത്തന ധിരന. പ്രണയം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പ്രണയിച്ച ആളുടെ മുഖമാണ് ബ്രോ. അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കൊടുക്കും. അപ്പോൾ കാലാകാലങ്ങളിൽ ഈ പാട്ടുകളൊക്കെ വേറെ വേറെയാണ്. കഴിഞ്ഞ 18 വർഷമായി പക്ഷെ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് പാടുന്നതെന്നേ ഉള്ളൂ. എനിക്കിപ്പോൾ മനസ്സിൽ വരുന്നൊരു ഒരു പാട്ട് ഞാൻ പാടാം. എനിക്കത് പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്ന പാട്ടാണോ എന്നറിയില്ല, പക്ഷേ ഞാൻ സാധാരണ എന്നോട് പാടാൻ പറയുമ്പോൾ മനസ്സിൽ വരുന്നതാണ്. എങ്കിലുമെന്നോ മലാൾക്കു താമസിക്കാനെൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം പ്രാണസഖി. പ്രാണസഖി ഒരിക്കലും നിരാശപ്പെടുത്താത്ത കോഴിക്കോട്ടിലെ ഗായകർ. താങ്ക് യു. സമയമുണ്ടോ? നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി. എങ്ങനെയാണ് അവസ്ഥ? ഒരു അദ്ദേഹം ചോദിച്ചോട്ടെ. ചോദിക്കൂ. ഹരിശേട്ടാ നമസ്കാരം. എൻ്റെ പേര് അരുൺ.
ഞാൻ ചോദിക്കുന്നത് ഇപ്പം പാട്ടിൻ്റെ കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്, ഭാവുകത്വങ്ങൾ മാറി വരുന്നുണ്ട്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഴയ പാട്ടുകൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഒരു 2000-നൊക്കെ ശേഷം പാട്ടുകളുടെ രീതിയൊക്കെ വല്ലാതെ മാറിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് പാട്ടിനെക്കുറിച്ച് വലിയ രീതിയിൽ പറയാൻ അറിഞ്ഞൂടെങ്കിലും ഇപ്പോൾ വരുന്ന പാട്ടുകളൊക്കെ സ്ട്രിങ് കൂടുതലുള്ള പാട്ടുകൾ, പ്രത്യേകിച്ച് തബലയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പാട്ടുകൾ വരുന്ന സമയത്ത് അത് ഈ ജനറേഷൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതി ഇപ്പോഴുള്ള സംഗീതജ്ഞന്മാർ ഉണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു ജനതയെ ഈ തരത്തിലുള്ള പാട്ടുകൾ കേട്ടാൽ മതി എന്ന് കരുതി അവർ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളെ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന പാട്ടുകളാണ്? അതേസമയം ചില എക്സെപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ശരി തന്നെ, എങ്കിൽ കൂടി അങ്ങനെ അല്ലാത്ത പാട്ടുകളാണ് വരുന്നത്. വേറെ ഒരു കാര്യം കൂടി പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇപ്പോൾ വരുന്ന സിനിമകളൊക്കെ ഒരുപക്ഷെ വില്ലനിസത്തിനൊക്കെ പ്രാധാന്യം കൂടി വരുന്ന സിനിമകളിൽ വരുന്ന പാട്ടുകൾ ചിലപ്പോൾ കുറച്ച് വിഗറസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വരികളൊക്കെ വരുന്ന പാട്ടുകൾ, ഈ പാട്ടുകളോടൊക്കെ എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട്. താങ്ക് യു. രണ്ടാമത്തേതിലേക്ക് ഞാൻ പിന്നെ വരാം. ആദ്യത്തിലേക്ക് വെൻ ഐ വോണ്ട് ടു സേ ദിസ്, മലയാളത്തിൽ ഒരു പക്ഷേ ഈ എലോക്വൻസിന് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയാം. വെൻ യുവർ എക്സെപ്ഷൻ ബിക്കംസ് അതർ പീപ്പിൾസ് റൂൾ, യു ബിക്കം ഓൾഡ്. നമ്മുടെ പ്രായം ആക്രമിച്ചിരിക്കുന്നു. അതാണ് അതിലെപ്പോഴത്തെ പിള്ളേർ തന്ത വൈബ് എന്നൊക്കെ വിളിക്കും, തന്ത വൈബ് എന്നൊക്കെ. അല്ല, ഇത് ഞാൻ പറയട്ടെ, ഇതെൻ്റെ പേഴ്സണൽ അനുഭവമാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ മുക്കാബല കേട്ടപ്പോൾ എന്ത് വൃത്തികേടാണ് രാവിലെ പ്ലേ ചെയ്തിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇതേപോലെയാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പൂപ്പന് വയസ്സായി, കാലഘട്ടം മാറി. ഇന്ന് എനിക്ക് 45 വയസ്സാവുമ്പോൾ പിള്ളേർ ഇത് എന്നോട് പറയുന്നു, ചേട്ടന് വയസ്സായി, അമ്മാവന് വയസ്സായി. ഈ സംഗീതത്തിന് ആത്യന്തികമായി എല്ലാ കാലഘട്ടത്തിലും നല്ല പാട്ടുകളും നല്ലതല്ലാത്ത പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഇത് പാട്ടിൻ്റെ സവിശേഷതയാണ്. ഒരു കാലത്തും ഒരു പ്രത്യേക സംഗീത അവതരണ ശൈലി മാത്രമാണ് നല്ലതെന്ന് തോന്നുന്നത് നമ്മളുടെ തന്നെ നൊസ്റ്റാൾജിയയിൽ നമ്മൾ കുരുങ്ങിപ്പോകുന്നതുകൊണ്ടാണ്. നമുക്കെല്ലാവരുടെയും നമ്മുടെ ഗൃഹാതുരത്വം, നമ്മളുടെ ചൈൽഡ്ഹുഡ്, നമ്മളുടെ ഗോൾഡൻ ഇറ, ഇതൊരു കൂടാണ്. അതിൽ നിന്ന് പറന്നുയരാൻ നമുക്ക് സാധിക്കില്ല. അത് ആത്യന്തികമായി മനുഷ്യന് സാധിക്കാത്തത് കൊണ്ട് പുതിയതായിട്ട് എന്ത് കേൾക്കുമ്പോഴും നമുക്ക് തോന്നുന്നത് എൻ്റെ കാലത്തുള്ള പാട്ടുകൾ എത്ര നല്ലതായിരുന്നു. ഇന്ന് 20 വയസ്സുള്ള കുട്ടികൾ 20 കൊല്ലം കഴിയുമ്പോൾ ഇതാണ് പറയാൻ പോകുന്നത്, എൻ്റെ കാലത്തുള്ള പാട്ടുകൾ എത്ര നല്ലതായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രോ, എനിക്ക് ഈ സംഗീതത്തിൽ ഇപ്പോൾ ഉള്ള പാട്ടുകൾ പഴയ പാട്ടിനേക്കാളും ഉയർന്നതാണെന്നോ താഴ്ന്നതാണെന്നോ ഉള്ള അഭിപ്രായമല്ല. വളരെ മോശപ്പെട്ട പാട്ടുകൾ 90കളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു തരത്തിലും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത പാട്ടുകളും ഒരുപാട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പം 2000s ലേറ്റിൽ വന്ന ഒരുപാട് പാട്ടുകൾ, ബ്യൂട്ടിഫുൾ സോങ്സ് ഇപ്പോഴത്തെ കമ്പോസേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത പാട്ടും അവർ ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആത്യന്തികമായിട്ട് അതിലൊരു ഗ്രഡേഷനൊന്നുമില്ല. നമ്മളുടെ ആസ്വാദനം വളർന്നാൽ നമുക്ക് മുൻപോട്ടേക്ക് പോകാൻ പറ്റും. നമ്മുടെ ആസ്വാദനം നിന്നു പോവുകയാണ്. ആസ്വാദനത്തിൻ്റെ ബ്രെഡ്ത്ത് നിന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ. നമുക്ക് ആ കാലഘട്ടത്തിൽ തളച്ചിടപ്പെടാം. നമ്മുടെ ഗൃഹാതുരത്വത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ പഴമയിൽ നമ്മൾ അഭിരമിച്ച് നമ്മൾ ജീവിക്കുന്നത് രണ്ടും സൂട്ടബിൾ ആയിട്ടുള്ളൊരു ലൈഫാണ്. പിന്നെ രണ്ടാമത് ചോദിച്ച കാര്യം, സിനിമ എന്ന് പറയുന്ന മീഡിയത്തിന് സംഗീതം ഒരു വളരെ സഹായകമായ ഘടകമായിട്ടുണ്ട് കാലാകാലങ്ങളായിട്ട്. പണ്ടത് പാട്ടുകളായിട്ടായിരുന്നു ബ്രോ, പാട്ടുകളായിരുന്നു അന്നത്തെ സിനിമകൾക്ക് ആവശ്യം. ഇന്നത് റീ റെക്കോർഡിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അല്ലെങ്കിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന പ്രോമോ സോങ്ങുമായിട്ട് കാലഘട്ടം മാറി, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടി കഥാപാത്രങ്ങൾ റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള അല്ലെങ്കിൽ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ഉള്ള കഥാപാത്രങ്ങൾ സിനിമയിൽ കൂടുതലായിട്ട് വരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 10 പേരെ കുത്താനായിട്ട് പോകുന്ന ആൾക്ക് നമ്മൾ മറ്റേ എന്താ പറയുന്നത്, നിളയിൽ നീരാടുവാൻ എന്നുള്ള ട്രാക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ ആലോചിച്ച് നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ അഭിനയിക്കുന്ന പാട്ടിൽ ഹരീഷിനെ പോലെ ഒരാളുടെ ശബ്ദം കേട്ടാലത്തെ അരോചകത്വം ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ ശബ്ദം ഒരു 90കളിലെ അമ്മാവൻ്റെ ശബ്ദമാണ്. അതുകൊണ്ടാണ് ആ പാട്ടുകൾ പാടുന്നത്. ഒരു 22 വയസ്സുള്ള ചെറിയ കുട്ടിയെ വിളിച്ച് പാടിപ്പിക്കൂ, അയാളാണ് പുതിയ പാട്ടുകൾ പാടേണ്ടത്. ഞങ്ങളൊക്കെ വഴിമാറിക്കൊടുക്കേണ്ട ആളുകളാണ്. ആ വഴിമാറിക്കൊടുക്കലിൻ്റെ ഭാഗമാണ് ബ്രദർ ഞാൻ 90കളിലെ പാട്ട് പാടുന്നത്. ഞാൻ മാറിക്കൊടുത്ത വഴി, അതുപോലെ എനിക്ക് വഴിമാറി തന്ന ഗായകരുണ്ട് ഇതിനു മുമ്പുള്ള ജനറേഷനിൽ. അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു റിയാക്ഷൻ അത്രയേ ഉള്ളൂ. എല്ലാ ആർട്ടിസ്റ്റിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ സമയം ചിലവഴിക്കുന്നു. 90കളിൽ ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ഗായകനെന്ന്, പക്ഷേ ആയില്ല. 2019 എല്ലാവരും പറഞ്ഞു ഞാൻ ഭയങ്കര സംഭവമാണെന്ന്. 2024 ആളുകൾ പറയുന്നു ഞാൻ പാടുന്നത് നിർത്തണമെന്ന്. ഇതൊരു സൈനസോയിഡൽ കർവ്. ഇറ്റ് വിൽ കീപ് ഹാപ്പനിങ്. ഇറ്റ്സ് ഓക്കെ. ഐ ഡോണ്ട് ലിസൺ ടു ദാറ്റ്. ഐ കീപ് റണ്ണിങ്. So
I think we'll call it a day. And ആബ്സല്യൂട്ട്ലി ഒരുപാട് എനിക്കറിയില്ല, അത് സംഘാടകരുടെ തീരുമാനമാണ്. no, പെട്ടെന്ന് ചോദിക്കൂ, ഒറ്റ ചോദ്യം അദ്ദേഹത്തെ കേട്ടോ, പെട്ടെന്ന് ചോദിക്കൂ. എന്താണ് ബ്രോ? പത്മനാഭൻ സാറിന് ഒരു പാട്ട്, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടിയും പാട്ടും കൂടെ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കും. ഓക്കെ, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി പറഞ്ഞ് ഈ പാട്ടും പാടി ഞാൻ അവസാനിപ്പിക്കും. പെട്ടെന്ന് ചോദിക്കൂ ബ്രദർ. ചോദിച്ചോളൂ. മൈക്കിനെ അവിടെ എത്തില്ല. എന്താണ്? മൈക്കില്ല. ബ്രോ കൂടെ മുമ്പിലേക്ക് വാ, പെട്ടെന്ന് നടന്നു വാ. അനധികൃതമായിട്ടുള്ള ചോദ്യം. അല്ലെങ്കിൽ അതിനെ ചോദിക്കും പെട്ടെന്ന്. എനിക്ക് they have to keep time. റെഡ് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങി കുറച്ചു നേരമായി. ബ്രോ സമയം കഴിഞ്ഞിരിക്കുകയാണ്, പെട്ടെന്ന് ചോദിക്കൂ, ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞിട്ട് പോവാം. ശരി, ക്വസ്റ്റ്യൻ കിട്ടി. യഥാർത്ഥ ലൈവിന്റെ ശുദ്ധത നഷ്ടപ്പെട്ടോ എന്നാണ് ചോദ്യം. ആൾക്കാർ ടേപ്പ് റെക്കോർഡർ ഇട്ട് +1 ഇട്ട് ലിപ്സിങ് ചെയ്യുന്നത് നല്ല പ്രവണതയാണോ എന്നാണ് ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ മറുപടി, ഓഡിയൻസ് എന്താണോ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് കലാകാരൻ കൊടുക്കും. ഓഡിയൻസിന് ലിപ്സിങ്ക് മതിയെങ്കിൽ കലാകാരൻ ലിപ്സിങ്ക് ചെയ്യും. ഓഡിയൻസിന് ലൈവായിട്ട് പാടണമെങ്കിൽ കലാകാരൻ പാടും. അതിന് കലാകാരനെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? അത് മതി എന്ന് ശ്രോതാക്കൾ പറയുന്ന കാലത്ത് അത് നിലനിൽക്കും. അത് പോരാ എന്ന് ശ്രോതാക്കൾ പറയുമ്പോൾ മറ്റു പാട്ടുകൾ വരും. താങ്ക് യു സോ മച്ച്. രണ്ടുപേരും താങ്കൾക്ക് വേണ്ടി. ദേവി ആത്മരാഗമേകാൻ കന്യാവനിയിൽ സുഖദം കളഗാനം പകരാൻ അണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. താങ്ക് യു സോ മച്ച്.